ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CMAയുടെ ഇൻഡസ്ട്രിയൽ ലോസിലെ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ്. ഓൾറെഡി നമ്മൾ ഫാക്ടറീസ് ആക്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഫാക്ടറീസ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ലൈക്ക് ഒരു ഫാക്ടറിയിലെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിനും ഹെൽത്തിനും സേഫ്റ്റിക്കും വേണ്ടി അവരുടെ വർക്കിംഗ് അവേഴ്സ് അതൊക്കെയാണ് ഫാക്ടറീസ് ആക്ടിൽ കവർ ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രിയൽ ആക്ട്സ് എല്ലാം തന്നെ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ നോക്കുമ്പോൾ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് കവർ ചെയ്യുന്നത് എംപ്ലോയീസിൻ്റെ വേജസിൻ്റെ പേയ്മെൻ്റ് ആണ്. എംപ്ലോയീസിന് ആക്യുറേറ്റ് ആയിട്ടുള്ള വേജസ് കിട്ടുന്നുണ്ടോ, ഈ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ കിട്ടുന്നുണ്ടോ, കറക്റ്റ് എമൗണ്ട് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എങ്കിൽ എംപ്ലോയറിനെ അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു മേക്ക് ദി പേയ്മെൻറ്റ് ഓഫ് വേജസ് അയാളെ പണിഷ് ചെയ്യണമെന്നുള്ളതും അയാൾക്ക് മാൻഡേറ്ററി ആക്കുന്നതും ഈ ആക്ട് പ്രകാരമാണ്. സോ വി ആർ സ്റ്റാർട്ടിങ് ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936. ഇതിൽ ഒബ്ജക്റ്റീവ്സ് നോക്കിയാൽ തന്നെ അറിയാം. ടു റെഗുലേറ്റ് ദ പേയ്മെൻറ്റ്, അതായത് ഒന്ന് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞത്, റെഗുലേറ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യുക. റെഗുലേറ്റ് പേയ്മെൻറ്റ് ഓഫ് വേജസ്, റെഗുലേറ്റ് പേയ്മെൻറ്റ് ഓഫ് വേജസ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. ദാറ്റ് മീൻസ് ആക്ച്വൽ എമൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിത്തൗട്ട് അൺലോഫുൾ ഡിഡക്ഷൻസ്. ലോ പറയുന്നതല്ലാതെ ആവശ്യമില്ലാത്ത ഡിഡക്ഷൻസ് ഒന്നും കൊടുക്കാതെ, കുറയ്ക്കാതെ ഫുൾ എമൗണ്ട് വേജസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഫുൾ എമൗണ്ട് കിട്ടിയാൽ പോലെ അല്ലെങ്കിൽ ഓൺ ടൈമിൽ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന്, ഇത്രയും കാര്യങ്ങളാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൽ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയാൽ അറിയാം. ടു റെഗുലേറ്റ് ദ പേയ്മെൻറ്റ് ഓഫ് വേജസ്, എന്താ പിന്നെ എൻഷുർ ചെയ്യുന്നത്? ടു എൻഷുർ ദാറ്റ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിൽ കിട്ടുന്നുണ്ടോ, നോ ഡിഡക്ഷൻസ് അതർ ദാൻ ഓതറൈസ്ഡ് ബൈ ലോ, ഇതൊന്നും കുറയ്ക്കുന്നില്ല. ഈ 3 കാര്യങ്ങൾ എൻഷുർ ചെയ്യാനാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് വന്നിരിക്കുന്നത്. 11/9/2012 കണക്കനുസരിച്ച്. ഇനി ആരുടെ വേജസിന് വേണ്ടിയാണ്, ആർക്ക് കറക്റ്റായിട്ടുള്ള വേജസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. 5 lakhും 10 lakhും പേയ്മെൻറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് അവരുടെ വേജസ് ഓൺ ടൈം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അവരുടെ ആവശ്യമില്ലാത്ത ഡിഡക്ഷൻസ് എല്ലാം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണോ ഈ പേയ്മെൻറ്റ് ഓഫ് ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്? അല്ല, ഈ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് പുവർ സെക്ഷനിൽ വരുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന് വേണ്ടിയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, എംപ്ലോയീസ് ഡ്രോയിങ് വേജസ് അപ് ടു 18,000 പെർ മന്ത്, 18,000 താഴെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. അവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്ത് കൊടുക്കുന്നത് ആസ് പെർ ദിസ് ആക്ട്. ആക്ച്വലി ഇതിപ്പോൾ 24,000 ആണ്. 2017 ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ സിലബസ് 2016 സിലബസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 18,000 തന്നെ പഠിച്ചാൽ മതി. ഇതങ്ങ് പറഞ്ഞ് കളഞ്ഞേക്കും. ദെൻ നമ്മൾ പറഞ്ഞു ആർക്ക് വേണ്ടിയാണ് ആക്ട് കൊണ്ടുവന്നത്, എന്തിനു വേണ്ടിയാണ് ആക്ട് കൊണ്ടുവന്നത് പറഞ്ഞു. വർക്കേഴ്സിന് വേണ്ടിയാണ്. ഏതൊക്കെ വർക്കേഴ്സിനാണ്? ഫാക്ടറീസ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഫാക്ടറിയിലെ വർക്കേഴ്സിന് വേണ്ടി മാത്രമാണ്. ഇത് ഫാക്ടറിയിലെ വർക്കേഴ്സിന് വേണ്ടി മാത്രമാണോ? അല്ല, ഫാക്ടറിയിലെ വർക്കേഴ്സിനും റെയിൽവേയിലെ വർക്കേഴ്സിനും അതർ ഇൻഡസ്ട്രിയൽ ഓർ അതർ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഉണ്ട്. ഈ എല്ലായിടത്തും ഈ പറയുന്ന ലിമിറ്റ്സിന് താഴെ പേയ്മെൻറ്റ് കിട്ടുന്ന എംപ്ലോയീസിന് എന്തുണ്ട്? പേയ്മെൻറ്റ് ഓഫ് വേജസ് എന്ന് പറയുന്ന ആക്ടിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൾ ഓവർ ഇന്ത്യ. ദെൻ എല്ലാ ആക്റ്റും നമ്മൾ തുടക്കത്തിൽ ഡെഫിനിഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ പഠിച്ചില്ലേ ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഫാക്ടറിക്കും റെയിൽവേക്കും ഇൻഡസ്ട്രിയൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എന്നും പറഞ്ഞു. ഫാക്ടറി എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റെയിൽവേ എന്താ നമുക്കറിയാം. ദെൻ ഇൻഡസ്ട്രിയൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്, നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് പഠിച്ചതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പിക്ചർ ഒരു ഇൻഡസ്ട്രി ലെവലിൻ്റെ ആയിരിക്കും. എന്തൊക്കെയാണ് ആസ് പെർ ദി പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് നോക്കിയാൽ എന്താണ്? ട്രംവേ മോട്ടോർ ട്രാൻസ്പോർട്ട് സർവീസസ് ഫോർ ക്യാരിയിങ് പാസഞ്ചർ ആവാം, ഗുഡ് ആവാം, അല്ലെങ്കിൽ രണ്ടുമാകാം. ബൈ റോഡ് വഴി വരുന്ന മോട്ടോർ ട്രാൻസ്പോർട്ടും ട്രംവേ ട്രാൻസ്പോർട്ടും ഹയറിനാവാം റിവാർഡിനാകാം. അതെന്താണ്? ഇൻഡസ്ട്രിയൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്. എന്താണ് ട്രാംവേ എന്നറിയാമോ? നമ്മൾ ഈ റെയിൽവേ ലൈൻ പോലെ, ഇവിടെ എവിടെയോ ഞാൻ ട്രാംവേയുടെ പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെയിൽവേ ലൈൻ പോലെ ഒരു ലൈൻ വഴി ഒരു സിംഗിൾ ബോഗി ആയിട്ട് ട്രെയിനൊക്കെ ട്രാവൽ ചെയ്തില്ലേ? ട്രെയിൻ അല്ല ഇത്, ഫുൾ ട്രെയിൻ ഇല്ല, 1-2 ബോഗിയേ കാണത്തുള്ളൂ.
ചില ഫിലിംസിലൊക്കെ കാണാൻ പറ്റും. അതാണ് ട്രാംവേ ട്രാൻസ്പോർട്ട്. അങ്ങനത്തെ ട്രാംവേ ട്രാൻസ്പോർട്ട് ആവാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ആകാം ഓൺ റോഡ്. അതെന്താണ്? ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ദെൻ എയർ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. പക്ഷെ എന്താണ്? എക്സ്ക്ലൂസീവ്ലി അതർ ദാൻ സർവീസസ് ബിലോങ്ങിങ് എക്സ്ക്ലൂസീവ്ലി ടു മിലിറ്ററി, നേവൽ, എയർഫോഴ്സ്. മിലിറ്ററിയുടെ, നേവലിൻ്റെ, എയർഫോഴ്സിൻ്റെയും അല്ലാത്ത എയർ ട്രാൻസ്പോർട്ട് എല്ലാം എന്താണ്? ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഡോക്ക് നമ്മൾ പറയുന്നത് എന്താണ്? വെസലൊക്കെ റിപ്പയറിനൊക്കെ കൊണ്ട് കയറ്റിയിടുന്ന സ്ഥലമാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഡോക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇൻലാൻഡ് വെസൽ, ഇൻലാൻഡിലുള്ള വെസൽസ് മെക്കാനിക്കലി പ്രോപ്പർഡ്, അതും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. മൈൻസ്, ക്വറീസ്, നമ്മുടെ പ്ലാന്റേഷൻസ്, നോർമൽ നമ്മുടെ വർക്ക്ഷോപ്പുകൾ, ദെൻ കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങിൻ്റെയോ കനാലിൻ്റെയോ ബ്രിഡ്ജിൻ്റെയോ എന്തിനു വേണ്ടതായിട്ട് കൺസ്ട്രക്ഷൻസ്, ഇതെല്ലാം എന്താണ്? ആസ് പെർ ദി പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. സോ ഇതിനെല്ലാം പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഈ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ അണ്ടറിൽ 18,000 ബിലോ സാലറി ഡ്രോ ചെയ്യുന്ന എംപ്ലോയീസിന് ഈ ആക്ടിൻ്റെ പ്രൊട്ടക്ഷനും അവൈലബിൾ ആണ്. ഒന്നും കൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷൻ വഴി വേറെ ഏത് കമ്പനീനെ വേണമെങ്കിലും ഇതിൻ്റെ അണ്ടറിലാക്കാം. ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ഒഫീഷ്യൽ ഗസറ്റ്. നോട്ടിഫിക്കേഷൻ കൊടുത്താൽ അതിന് ആപ്ലിക്കബിൾ ആകാം. എന്താണ് ഒഫീഷ്യൽ ഗസറ്റ് എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. ദിസ് ലൈക്ക് എ വെബ് പേജ്, ഒരു വെബ് പേജാണ്. ഈ ഒരു വെബ് പേജിൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസും സർക്കുലേഴ്സും പുതിയ അമെൻമെൻറ്റ്സും എല്ലാം വരുന്നത് ഈ വെബ് പേജിലാണ്. ഈ വെബ് പേജിൽ വരുന്ന അന്ന് തൊട്ടാണ് അത് ആപ്ലിക്കബിൾ ആകുന്നത്. നമ്മൾ ഫോളോ ചെയ്യാൻ നിർബന്ധമാകുന്നത് ഈ വെബ് പേജിൽ വരുന്ന ഡേറ്റ് തൊട്ടാണ്. അത് ഒഫീഷ്യൽ ഗസറ്റ്. സോ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നാളെ ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്, ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഡാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ബി കൺസിഡർഡ് ആസ് എ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നാളെ തൊട്ട് ആ ഒരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരും. അതാണ് നോട്ടിഫിക്കേഷൻ. സോ എന്തൊക്കെയാണ് ടെക്സ്റ്റ് നോക്കാതെ പറയാൻ പറ്റുമെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അത് കവർ ചെയ്യുന്നത് നോർമൽ നമ്മുടെ മോട്ടോർ ട്രാൻസ്പോർട്ട്, ട്രംവേ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, പിന്നെ ഡോക്ക്, ഇൻലാൻഡ് വെസൽ, മൈന്, ക്വറീസ്, പ്ലാന്റേഷൻസ്, വർക്ക്ഷോപ്സ്, ദെൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ എംപ്ലോയിഡ് പേഴ്സൺ. എംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ആളാണ്. അതെടുത്ത് പറയാൻ കാരണം ഇറ്റ് ഇൻക്ലൂഡ്സ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഡിസീസ്ഡ്. എംപ്ലോയി മരിച്ചു പോയാൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവും ഈ ആക്ട് പ്രകാരം ആരാണ്? എംപ്ലോയി ആണ്. സെയിം വിത്ത് എംപ്ലോയർ. എംപ്ലോയർ മരിച്ചു പോയാൽ എംപ്ലോയറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈ ആക്ട് പ്രകാരം ആരാണ്? എംപ്ലോയർ ആണ്. ദെൻ വേജസ്. എന്താണ് വേജസ്? നോർമലി നമുക്കറിയാം നമുക്ക് കിട്ടുന്ന സാലറി അല്ലേ, അതിനകത്ത് കുറേ അലവൻസസ് കാണും, കുറേ ഡിഡക്ഷൻസ് ഒക്കെ കാണും. നമ്മളെപ്പോഴും ഡയറക്റ്റ് ടാക്സ് ഒക്കെ പഠിക്കുമ്പം വേജസ് എന്താണ്, ബേസിക് വേജ് എന്താണ് എന്നൊക്കെ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ആസ് പെർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൽ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെമ്യൂണറേഷൻ. അലവൻസിൻ്റെ രീതിയിൽ വരുന്നതാകാം, സാലറി ആവാം, അലവൻസ് ആവാം, എന്ത് രീതിയിൽ കിട്ടിയാലും ഓൾ റെമ്യൂണറേഷൻ എല്ലാം കൂട്ടും വേജസിനകത്ത്. ഇനി അതിൻ്റെ കൂടെ എന്തൊക്കെ അഡീഷൻസ് ഉണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിൻ്റെ കൂടെയുള്ള അഡീഷൻസ് ആണ്. ഇതെല്ലാം എങ്ങനെ കിട്ടണം? ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ കിട്ടുന്ന എല്ലാ റെമ്യൂണറേഷനും. അതുകൂടാതെ കോർട്ടിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു സെറ്റിൽമെൻറ്റിൻ്റെ പാർട്ടായിട്ട് കിട്ടുന്ന അവാർഡ്സ് ഓർ സെറ്റിൽമെൻറ്റ്, ആ എമൗണ്ടും വേജാണ്. ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതും വേജസ് ആണ്. ദെൻ ബോണസ് വേജസ് ആണ്. ഇതിനൊരു എക്സ്ട്രാ നോട്ടുണ്ട്, താഴെ കൂടെ നോക്കുമ്പോൾ ഞാൻ പറയാം. ദെൻ ടെർമിനേഷൻ്റെ സമയത്ത് കിട്ടുന്നതും വേജാണ്. എന്താണ്? സബ്ജക്റ്റ് ടു വൺ കണ്ടീഷൻ. എന്താണ്? ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ ദ ടൈം വിത്തിൻ വിച്ച് പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ഇത്ര ടൈമിനുള്ളിൽ ടെർമിനേറ്റ് ആയോ അല്ലെങ്കിൽ ഓൺ ടെർമിനേഷൻ്റെ അന്ന് കൊടുക്കേണ്ട പേയ്മെൻ്റ് ആണെങ്കിൽ എന്താണ്? ടൈം സ്പെസിഫൈഡ് ആണ്. അപ്പോൾ അത് വേജ് ആകുമോ? വേജ് ആവത്തില്ല. ദെൻ ഡസ് നോട്ട് പ്രൊവൈഡ് ദ ടൈം വിത്തിൻ വിച്ച് പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ടൈം പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ്? വേജസ് ആണെന്ന് പറയാം. സോ ഇത് ഈ ബോണസും ഇതും കൂടെ അടുത്ത പോയിന്റിൽ നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നാലും വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ റെമ്യൂണറേഷൻ, സാലറി, അലവൻസ് ഓർ അതർവൈസ് ഫോമിംഗ് പാർട്ട് ഓഫ് ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഇൻക്ലൂഷൻസ് ഉണ്ട്. കോർട്ട് സെറ്റിൽമെൻറ്റിൽ നിന്ന് വരുന്ന എമൗണ്ട്, ഓവർ ടൈം കിട്ടുന്ന എമൗണ്ട്, ബോണസ്, ദെൻ ടെർമിനേഷൻ്റെ സമയത്ത് കിട്ടുന്ന എമൗണ്ട് എല്ലാമാണ് വേജസ് എന്ന് പറയുന്നത്. ബട്ട് അതിൽ നിന്ന് ചില സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ചിലതൊന്നും വേജസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞു ബോണസ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് റെമ്യൂണറേഷൻ പേയബിൾ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. സോ ബോണസ് രണ്ട് രീതിയിൽ കിട്ടാം. ഏതൊക്കെ രീതിയിൽ കിട്ടാം? പെർഫോമൻസ് ബോണസൊക്കെ പോലത്തെ ബോണസ് കിട്ടാം. ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ബോണസ് കൂട്ടിക്കൂടി അങ്ങനത്തെ ബോണസ് തരുമെന്ന് പറയാം. സോ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്രകാരം വരുന്നതാണെങ്കിൽ
ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്രകാരം പ്രകടനമാണെങ്കിൽ നമ്മൾ പറഞ്ഞു മേളിൽ പറഞ്ഞതുപോലെ അതെന്താണ് വേജസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും, ഇൻക്ലൂഡഡ് ഇൻ വേജസ്. ദെൻ നോട്ട് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിലാണ് ബോണസ് കിട്ടുന്നത്, പെർഫോമൻസ് ബോണസ് പോലെ എന്തെങ്കിലും സ്പെഷ്യൽ ബോണസ് എംപ്ലോയ്മെൻറ്റിൻ്റെ ടേംസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വേജസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ല, ഇറ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ്. ഇതാണ് ബോണസിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഹൗസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഹൗസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേജസ് ആയിട്ട് കൺസിഡർ ചെയ്യുമോ ഇല്ല. ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഓർ പ്രൊവിഡൻറ്റ് ഫണ്ട് അത് വേജസ് ആയിട്ട് കൺസിഡർ ചെയ്യുമോ ഇല്ല, ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ പോകുന്നത് ഇൻ ഡീറ്റെയിൽ പി എഫിൻ്റെ ചാപ്റ്ററിൽ പഠിക്കും. എന്നാലും റഫായിട്ടൊന്ന് പറയാം. പി എഫിലേക്ക് നോർമലി എംപ്ലോയിയും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും, എംപ്ലോയറും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. സേ 10% എംപ്ലോയർ 10% കൊടുക്കുന്നത് വെച്ചോ, സെയിം പെർസെൻറ്റേജ് തന്നെ എംപ്ലോയറും കൊടുക്കുന്നുണ്ടായിരിക്കും. എംപ്ലോയി ഇത് കൊടുക്കുന്നത് ഓൺ വേജസിൽ നിന്നാണ്, ഔട്ട് ഓഫ് വേജസ്, പുള്ളിയുടെ വേജസിൽ നിന്നെത്താണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. എംപ്ലോയർ കൊടുക്കുന്നത് പുള്ളിയുടെ ഓൺ ഹാൻഡിൽ നിന്നാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ എംപ്ലോയർ കൊടുക്കുന്നത് 10% വേജസ് ആയിട്ട് കൂട്ടേണ്ട കാര്യമുണ്ടോ ഇല്ല, വേജസ് ആയിട്ട് ഇതിന് 10% കൂട്ടേണ്ട കാര്യം എംപ്ലോയർ അവിടെ അടച്ചു അതങ്ങ് പോകും. അത് അന്വയിച്ച് തീരുന്ന സമയത്ത് അല്ലെങ്കിൽ ടെർമിനേഷൻ്റെ സമയത്ത് അത് കിട്ടിക്കോളും, അതിനെക്കുറിച്ച് ഇപ്പം ബോധരാവേണ്ട, അത് വേജസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതാണ് പറയുന്നത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് കൂട്ടത്തില്ല. ദെൻ ട്രാവലിംഗ് അലവൻസ് വേജസ് ആയിട്ട് കൂട്ടത്തില്ല. ദെൻ പറഞ്ഞു ഗ്രാറ്റുവിറ്റി പേയബിൾ നോർമലി ടെർമിനേഷൻ്റെ സമയത്തല്ലേ ഓൺ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ടൈം സ്പെസിഫൈ ചെയ്ത് ഓൺ ടെർമിനേഷന് കിട്ടുന്നതാണെങ്കിൽ അത് വേജാണോ, വേജസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ദെൻ അത് ഓൺ ടെർമിനേഷനിൽ കിട്ടുന്നത് ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അത് വേജസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. സോ ഒന്ന് ഇതിൽ മെയിൻ പോയിന്റ് പി എഫ് ഇനി ഗ്രാറ്റുവിറ്റി എങ്ങനെ എഴുതാം, ഗ്രാറ്റുവിറ്റി നിയമത്തെ ടെർമിനേഷൻ്റെ സമയത്ത് കിട്ടുന്ന പേയ്മെൻറ്റ് ടൈം സ്പെസിഫൈഡ് ആണ് എങ്കിൽ, ലൈക്ക് ഗ്രാറ്റുവിറ്റി പോലെ ടൈം സ്പെസിഫൈഡ് ആണെങ്കിൽ വേജസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. നോ ടൈം ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, എമൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ അത് വേജായിട്ട് കൺസിഡർ ചെയ്യാം. സോ ക്വിക്ക് റിവിഷൻസ് എന്തൊക്കെയാണ് വേജസിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഓൾ റെമ്യൂണറേഷൻ ഇൻക്ലൂഡിങ് അലവൻസ് ഇൻക്ലൂഡ് ചെയ്യും. ദെൻ അവാർഡ് കോഡ് സെറ്റിൽമെൻറ്റിൽ നിന്ന് കിട്ടുന്നത് ഇൻക്ലൂഡ് ചെയ്യും, ഓവർ ടൈം ഇൻക്ലൂഡ് ചെയ്യും, ബോണസ് ഇൻക്ലൂഡ് ചെയ്യും, ടെർമിനേഷൻ ബെനിഫിറ്റും ഇൻക്ലൂഡ് ചെയ്യും. ദെൻ സ്പെസിഫിക്കലി ചിലതൊന്നും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. എന്താണ്, ബോണസ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ദെൻ ഹൗസ് അക്കോമഡേഷൻ, മെഡിക്കൽ അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് ഓർ പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ ഗ്രാറ്റുവിറ്റി ഓൺ ടെർമിനേഷൻ്റെ സമയത്തുനിന്ന് ഗ്രാറ്റുവിറ്റി, ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഇനി ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒരു പേപ്പറിലോ വല്ലോ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷൻസും കറക്റ്റായിട്ടൊന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ മൂവ് ടു ദി ബാലൻസ്, പറ്റത്തില്ലെങ്കിൽ ഒന്നും കൂടെ കേട്ടിട്ട് അത് തന്നെ എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ്. ആരാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് കൊടുക്കുന്നത്? ഒബ്വിയസ്ലി നമുക്കറിയാം എംപ്ലോയർ ആണ് എല്ലാ കേസിലും വേജസ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ എംപ്ലോയർക്ക് എല്ലാവർക്കും പോയി ഡയറക്റ്റ് കയ്യിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ലോ. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കാണും അല്ലേ, പുള്ളി പല ആൾക്കാർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ കേസിലും അത് ആരാണെന്ന് നോക്കാം. ഒരു ഫാക്ടറി ആണെങ്കിൽ എന്താണ്, ഫാക്ടറിയുടെ മാനേജറുണ്ട്, പുള്ളിയുടെ ഉത്തരവാദിത്തമായിരിക്കും എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. ദെൻ ഇൻഡസ്ട്രിയൽ ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് എങ്കിൽ ആരായിരിക്കും കൊടുക്കുക, സൂപ്പർവിഷൻ നടത്തുന്ന ആൾ, സൂപ്പർവൈസർ ആയിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുക. റെയിൽവേ ആണെങ്കിൽ റെയിൽവേ നോമിനേറ്റ് ചെയ്യുന്ന ആൾ, റെയിൽവേ ആരെങ്കിലും നോമിനേറ്റ് ഉണ്ടായിരിക്കും, പുള്ളി പേയ്മെൻറ്റ് കൊടുക്കും. കോൺട്രാക്ടർ ആണെങ്കിൽ പേഴ്സൺ ഡെസിഗ്നേറ്റഡ് ബൈ സച്ച് കോൺട്രാക്ടർ, ഒരു കോൺട്രാക്ടർ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പേറോൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരാളെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. കോൺട്രാക്ടറുടെ എംപ്ലോയി അല്ലെങ്കിൽ കോൺട്രാക്ടറുടെ ഒരു ഏജൻറ്റ്, അയാൾ വഴിയായിരിക്കും പേയ്മെൻറ്റ് കിട്ടുക. അല്ലെങ്കിൽ ഏതൊക്കെ കേസിലാണെങ്കിലും ഡെസിഗ്നേറ്റഡ് ബൈ എംപ്ലോയർ ആരെയാണോ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് അയാളാണ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം. ഡിലേ ഇൻ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആരായിരിക്കും ഹെൽഡ് റെസ്പോൺസിബിൾ, സച്ച് പേഴ്സൺ വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ദെൻ ഫിക്സേഷൻ ഓഫ് വേജ് പീരീഡ്. വേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ കൂടുമ്പോഴാണ് ഡെയിലി വേജസ് കൊടുക്കാം, നോ ഇഷ്യൂസ്, ഡെയിലി വേജസ് കൊടുക്കാം. ദെൻ വീക്ക്ലി വേജസ് കൊടുക്കാം, വീക്ക്ലി. ഞാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ദ വേജ് പീരീഡ് മേ ബി ഡെയിലി ആവാം, വീക്ക്ലി ആവാം, ഫോർ നൈറ്റ്ലി മീൻസ് 2 വീക്സ് കൂടുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുക, ഹാഫ് മന്ത് എന്നൊക്കെ പറയാം.
then for any period but should not exceeds 1 month. 1 monthil കൂടുതൽ വേജ് പീരീഡ് വരുമോ? 6 months കൂടുമ്പോൾ സാലറി തരാമെന്ന് പറഞ്ഞാൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആസ് പെർ ദിസ് ആക്ട് അത് പറ്റത്തില്ല. മാക്സിമം എത്ര വരെ പറ്റത്തുള്ളൂ? വേജ് പീരീഡ് 1 month. വേജ് പീരീഡ് 1 month പറ്റത്തുള്ളൂ. ദെൻ ടൈം ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ്. എപ്പോൾ പേ ചെയ്യണം? നോർമലി ഒരു മന്ത് 31st മന്ത് ക്ലോസ് ചെയ്താൽ 31st 13th മന്ത് ക്ലോസ് ചെയ്താൽ നോർമലി നെക്സ്റ്റ് വീക്ക് പേയ്മെൻറ്റ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആസ് പെർ ദിസ് ആക്ട് എന്താണെന്ന് പറഞ്ഞേക്കുന്നത് നോക്കാം. വേർ ദി വേജസ് ഓഫ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ഷാൽ ബി പെയ്ഡ് ബിഫോർ ദി എക്സ്പയറി ഓഫ് 7th day. ഏതാണ്? ലെസ് ദാൻ 1000 പേഴ്സൺസ് ആണ് ഉള്ളതെങ്കിൽ. സോ ലെസ് ദാൻ 1000 വർക്കേഴ്സ് ആണ് ഉള്ളതെങ്കിൽ 7th day 31 കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം. ദെൻ മോർ ദാൻ 1000 എംപ്ലോയീസ് ആണ് ഉള്ളതെങ്കിൽ എക്സ്പയറി ഓഫ് 10th ഡേക്കുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം. ഒത്തിരി പേർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇച്ചിരി എക്സ്ട്രാ ടൈം കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. ദെൻ നമ്മൾ പറഞ്ഞ പോലെ ഡോക്ക് വെസൽസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലം, ഡോക്ക്, ബാഫ്, ജെട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 7th ഡേക്ക് മുമ്പ് പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മുടെ മാസം അവസാനിച്ച് 7th ഡേ. ഈ മാസം അവസാനിക്കണമെന്നില്ല. ഓരോ വേജ് പീരീഡ് 1 ആവാം, 2 weeks ആവാം, 3 എന്നാണ് വേജ് പീരീഡ് ചെയ്യുന്നത് അന്ന് തൊട്ട് 7th day സമയമുണ്ട്. അതിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം. ദെൻ എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഓൺ ബിഹാഫ് എംപ്ലോയർ എംപ്ലോയ്മെൻറ്റിന് പറഞ്ഞു വിട്ടു, ടെർമിനേറ്റ് ആയി, അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലോഷർ ആയി, ആ കമ്പനി തന്നെ ഫാക്ടറിയോ വാട്ടവർ ഇറ്റ് ഈസ് അത് ക്ലോസ് ആയി, അങ്ങനെയാണെങ്കിൽ എന്ന് പേയ്മെൻറ്റ് കൊടുക്കണം? 2nd working day. രണ്ടിനും ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ബിഫോർ ദി എക്സ്പയറി ഓഫ് 2nd working day എന്ന് വെച്ചാൽ 2 ദിവസം 2nd working ഡേക്കുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം. ദെൻ ഈ പേയ്മെൻറ്റ് എപ്പോൾ കൊടുക്കാം? വർക്കിംഗ് ഡേയ്സിൽ കൊടുക്കണം. സൺഡേയിൽ കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാൻ പാടില്ലെന്നാണ്. സൺഡേയിൽ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയി തിരിച്ചു കൊടുക്കണമെന്നാണോ? ഐ ഡോണ്ട് നോ. എനിവേ ആസ് പെർ ദിസ് ആക്ട് വർക്കിംഗ് ഡേയ്സിൽ പേയ്മെൻറ്റ് കൊടുക്കണം. ദെൻ സെൻട്രൽ ഗവൺമെൻറ് മേ എക്സംപ്റ്റ് സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻസ്. സെൻട്രൽ ഗവൺമെൻറ് ചില കണ്ടീഷൻസ്, ഈ മേളിൽ പറയുന്ന കണ്ടീഷൻസിൽ ചിലതിന് ചില എക്സെപ്ഷൻസ് കൊടുക്കും. എല്ലാവർക്കും അല്ല. ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? റെയിൽവേയിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും ഡെയിലി റേറ്റഡ് വേജസ് ഇൻ PWD വർക്ക്സ്. PWDയിൽ ഡെയിലി വേജസിന് നിൽക്കുന്ന ആൾക്കാർക്കും റെയിൽവേയിൽ വരുന്ന ആൾക്കാർക്കും ഈ പറയുന്ന എബോവ് കണ്ടീഷൻസിൽ ചില സബ്ജക്ട് ടു സം കണ്ടീഷൻ ചില റിലാക്സേഷൻസ് ഒക്കെ ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ എന്താ പറഞ്ഞത്? ടൈം ഓഫ് വേജിനകത്ത് മോർ ദാൻ 1000, ലെസ് ദാൻ 1000 ആണെങ്കിൽ 7 days, മോർ ദാൻ 1000 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ വിത്തിൻ 10 days. ദെൻ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡോക്ക് ഒക്കെ ആണെങ്കിൽ 1000 കൊടുക്കണം, 7 days. ഓക്കെ. ടെർമിനേഷൻ, എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്തതാണെങ്കിലും ഫാക്ടറി ക്ലോസ് ആയതാണെങ്കിലും 2 daysനുള്ളിൽ. ഞാൻ ഈ ഗ്യാപ്പ് ഇട്ട് പറയുന്നത് ഞാനിത് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാനുള്ള സമയം തരുന്നതാണ്. ഞാൻ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൗഡായിട്ട് തന്നെ ആൻസർ പറയാൻ ശ്രമിക്കുക. അതൊരു റിവിഷൻ ആയിരിക്കും. അങ്ങനെ എൻ്റെ കൂടെ ഞാൻ ചോദിക്കുന്നതിനെല്ലാം ആൻസർ പറഞ്ഞു പോവുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ നിങ്ങൾ ഈ ചാപ്റ്റർ തറവായിരിക്കും. പിന്നെ ഇതിന് വേണ്ടി മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. വി വിൽ ഫിനിഷ് ദ റിവിഷൻ ഓൾസോ വിത്ത് ദിസ്. പിന്നെ അത് എക്സാമിൻ്റെ സമയത്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും. അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത്. ട്രൈ ടു റിപ്ലൈ മീ. ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ദെൻ ആർക്കൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത്? 1 റെയിൽവേ, 2 PWDയിലെ ഡെയിലി റേറ്റഡ് വർക്കേഴ്സിനും. ഓക്കെ. ദെൻ മോഡ് ഓഫ് പേയ്മെൻറ്റ്. ഏത് രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കണം? കറൻസി കോയിൻസ്, കറൻസി നോട്ട്സ്. 5 രൂപയുടെ നോട്ട്സിൽ 5 രൂപയുടെ കുറേ കോയിൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കാവോ? നോ ഇഷ്യൂസ്. കറൻസി കോയിൻസ് അലൗഡ് ആണ്, കറൻസി നോട്ട് അലൗഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന രീതി ചെക്ക് ക്രെഡിറ്റിംഗ് ബാഡ്ജസ് ടു ദി അക്കൗണ്ട് ഓഫ് ദി എംപ്ലോയി. ഇങ്ങനെ എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ക്യാഷ് പേയ്മെൻറ്റ് അല്ല എങ്കിൽ എംപ്ലോയിയുടെ കൺസെൻറ്റ് വിത്തൗട്ട് ദ കൺസെൻറ്റ് എംപ്ലോയിയുടെ കൺസെൻറ്റ് വാങ്ങിക്കണം. നോർമലി ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ എംപ്ലോയി ആ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണമല്ലോ. ദെൻ ചില കേസസിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒൺലി ബൈ ചെക്ക് ഓർ ക്രെഡിറ്റ് ഇൻ ബാങ്കിൻ്റെ വേജസ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് മേ നോട്ടിഫൈ സച്ച് ഇൻഡസ്ട്രീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ചില ഗവൺമെൻറ് നോട്ടിഫൈഡ് ഇൻഡസ്ട്രീസിൽ എന്താണ്? ഒൺലി ചെക്ക് അല്ലാതെ വേറൊരു രീതിയിലും പേയ്മെൻറ്റ് കൊടുക്കത്തില്ല. ഇത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നതാണ്. വാട്ടെവർ. അപ്പം കോയിൻ ആവാം, നോട്ട്സ്, കറൻസി നോട്ട്സ് ആവാം, കറൻസി കോയിൻസ് ആവാം, ചെക്ക് ആവാം, ഏത് രീതിയിൽ വേണമെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാം. ദെൻ ഡിഡക്ഷൻസ് ഫ്രം വേജസ്. നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ പറഞ്ഞു അൺഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഒന്നും കുറയ്ക്കരുത്. കിട്ടാനുള്ള വേജസ് മൊത്തം എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തത് ഈ ആക്ടിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സോ എന്തൊക്കെയാണ് ഈ അൺഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻസ്, അല്ലെങ്കിൽ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻസ്, ഇതെല്ലാം ഇതിലാണ്. അപ്പോൾ ഡിഡക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ 3 അല്ലെങ്കിൽ സെക്ഷൻ നമ്പർ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ സെക്ഷൻ നമ്പർ അത്ര സ്ട്രെസ് ചെയ്ത് ഇതിനകത്ത് പഠിപ്പിക്കുന്നുമില്ല. ഇത് അത്രയ്ക്ക് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയുകൊണ്ടാണ്
സോ ഡിഡക്ഷൻസിൻ്റെ അകത്ത് 3 ഹെഡായിട്ട് ഡിഡക്ഷൻസ് എന്ന് കേൾക്കുമ്പോൾ 3 കാര്യം നോക്കണം. നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻ, ചില ഡിഡക്ഷൻസ് ഒന്നും ഡിഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ചില ഡിഡക്ഷൻസിന് എന്ത് വേണം, റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഓഫ് എംപ്ലോയി വേണം. ചിലത് വിത്തൗട്ട് റിട്ടൺ റെപ്രസെൻറ്റേഷൻ അല്ല, ഓതറൈസേഷൻ, എംപ്ലോയി ഓതറൈസ് ചെല്ലണം. ചിലത് എംപ്ലോയിയുടെ ഓതറൈസേഷൻ്റെ ആവശ്യം ഇല്ല. ഈ 3ൻ്റെ അകത്തും വരുന്ന സബ് പോയിൻറ്റ്സ് ഓർത്തിരിക്കണം. സോ നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഡിഡക്ഷനായിട്ട് ഡീം ചെയ്യുന്നില്ല. എന്താണ്? വിത്ത്ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെൻ്റ് ഓർ പ്രൊമോഷൻ, ഒരു പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ സാലറി ഇൻക്രിമെൻറ്റോ വിത്ത്ഹോൾഡ് ചെയ്തു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ദെൻ റിഡക്ഷൻ ടു എ ലോവർ പോസ്റ്റ്, അയാളെ എക്സിസ്റ്റിംഗ് പോസ്റ്റിൽ നിന്ന് താഴത്തോട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ടൈം സ്കെയിലിൽ താഴോട്ടുള്ള ടൈം സ്കെയിലിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയാണ്. നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാകും, പ്രൊമോഷൻ ഹോൾഡ് ചെയ്താലും ലോവർ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്താലും സസ്പെൻഡ് ചെയ്താലും എന്ത് സംഭവിക്കും, വേജ് റെഡ്യൂസ് ചെയ്യും. ഇവിടെ ഈ കേസിലെല്ലാം വേജ് റെഡ്യൂസ് ചെയ്യും. പക്ഷേ റെഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന ആക്റ്റിൽ പറയുന്ന ഡിഡക്ഷനായിട്ട് അതിനെ കൺസിഡർ ചെയ്യുമോ? ഇല്ല. നോട്ട് കൺസിഡേർഡ്, ഡിഡക്ഷൻസ് നോട്ട് കൺസിഡേർഡ്, ഇതിനെയൊന്നും ഡിഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നേ ഇല്ല ആസ് പെർ ദിസ് ആക്ടിൽ. അതിനെ കൺസിഡർ ചെയ്യുന്ന ഡിഡക്ഷൻസ് 2 എണ്ണം ഉണ്ട്. അത് കൺസിഡർ ചെയ്യുന്നത് ഏത് ഡിഡക്ഷൻസ് ആണ്? ഈ പറയുന്ന ഇത്രയും ഡിഡക്ഷൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് ചിലതിന് വിത്തൗട്ട് റിട്ടൺ ഓതൻറ്റിക്കേഷൻ നമുക്കൊക്കെ ഡിഡക്റ്റ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലത് ഒൺലി വിത്ത് റിട്ടൺ ഓതൻറ്റിക്കേഷനെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ചെറുതായതുകൊണ്ട് ആദ്യം ഇത് നോക്കാം. റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഓതൻറ്റിക്കേഷൻ കിട്ടിയാൽ മാത്രം ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നതും റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഈ പറയുന്ന കേസസിലൊന്നും റിട്ടൺ റെപ്രസെൻറ്റേഷൻ ആവശ്യമില്ല. സാലറി കൊടുക്കുക അല്ലെങ്കിൽ വേജ് കൊടുക്കുമ്പോൾ ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും എംപ്ലോയർക്ക് എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യാം, ഇതൊക്കെ ഡിഡക്റ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ ഡിഡക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഓർത്തിരിക്കാം. മിനിമം ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. അത് മാത്രമേ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളൂ. എന്താണ്? ഫൈൻസ് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാം. ദെൻ ആബ്സെൻസ് ഫൈൻസിൽ ഡിഡക്റ്റ് ഇൻ ഡീറ്റെയിൽ നമ്മൾ ഫൈൻസ് താഴെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകാം അല്ലേ. ഫൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദെൻ ഡിഡക്ഷൻസ് ഫോർ ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി. ഒരു മിനിറ്റ്, നോട്ട്സ് എഴുതി പോകാം. പേപ്പറും പേനും കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ നോട്ട്ബുക്കിലേക്ക് റീറൈറ്റ് ചെയ്ത് പോവുക, ഓൺ ലാംഗ്വേജിൽ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പോസ് ചെയ്ത് എഴുതി പോകണം. നോട്ട് എഴുതിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഈ വീഡിയോ എടുത്ത് കാണേണ്ടി വരും. അത് ഇത്ര പ്രാക്ടിക്കൽ അല്ല. ഫുൾ നോട്ട്സ് നിങ്ങൾ എഴുതി തന്നെ പോവുക. ഞാനിതിൽ ആഡ് ഓൺ നോട്ട്സ് എഴുതുന്നതും എഴുതി പോവുക. ഓക്കെ, അപ്പം ഫൈൻ ഡിഡക്റ്റ് ചെയ്യാം. ഫൈൻ ഡിഡക്റ്റ് ചെയ്യാൻ ആരുടെയും റിട്ടൺ ഓതൻറ്റിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഫൈൻ ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യാം വിത്തൗട്ട് റിട്ടൺ ഓതറൈസേഷൻ. ദെൻ ഡിഡക്ഷൻസ് ഫോർ ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി. അതിന് കുറച്ച് എക്സ്ട്രാ നോട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടിയിൽ നിന്ന് ഒരാൾ ആബ്സെൻ്റ് ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാം. അതായത് ഒരു 1 month ആണ് വേജ് പീരീഡ് എങ്കിൽ 15 days വന്നില്ലെങ്കിൽ 50% ഓഫ് ദി ഡ്യൂട്ടി ഡിഡക്റ്റ് ചെയ്യാം. അതിന് മേളിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻ അതർ വേർഡ്സ് എന്താ പറയുന്നത്? പ്രപ്പോർഷനേറ്റ്ലി. മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇനിയിപ്പം മോർ ദാൻ 1 വർക്ക് അല്ലെങ്കിൽ 10ൽ കൂടുതൽ വർക്കേഴ്സ് ഒരു കൺസേർട്ടിന് വേണ്ടി ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് എടുത്തു. അതിന് ഡ്യൂ നോട്ടീസ് കൊടുത്തിട്ടില്ല എംപ്ലോയർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എങ്കിൽ എംപ്ലോയർക്ക് ഈ ഡ്യൂ നോട്ടീസ് കൊടുക്കാത്തതിൻ്റെ ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ 8 ദിവസത്തെ വരെ വേജസ് ഡിഡക്റ്റ് ചെയ്യാം. അത് ലീഗലാണ്. അതിന് പ്രത്യേകിച്ച് അവരുടെ അതോറിറ്റിയുടെ ആവശ്യമില്ല. അത് ഡിഡക്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയും ചെയ്യും. അത് ലോഫുൾ ഡിഡക്ഷനാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10ൽ കൂടുതൽ എംപ്ലോയീസ്, മോർ ദാൻ 1 വർക്കേഴ്സ് അഥവാ എംപ്ലോയീസ് ഒരു കൺസേർട്ടിന് പോയി വിത്തൗട്ട് ഡ്യൂ നോട്ടീസ് അങ്ങനെയാണെങ്കിൽ അപ് ടു 8 days വരെയുള്ള വേജസ് എന്ത് ചെയ്യാം? എംപ്ലോയർക്ക് ഡിഡക്റ്റ് ചെയ്യാം. അത് വാലിഡാണ്. ദെൻ ഇനി ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഡ്യൂട്ടിയിൽ വന്നു പഞ്ച് ചെയ്തു, പക്ഷേ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ വീട്ടിലിരുന്നല്ലോ സ്ട്രൈക്ക് ചെയ്യുന്നത്, ഫാക്ടറിയിൽ വന്നിട്ടല്ലേ. സോ ഫാക്ടറിയിൽ അയാൾ പ്രസൻ്റ് ആണ് ബട്ട് നോട്ട് വർക്കിംഗ്. പ്രസൻ്റ് ആണ് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി തന്നെയാണ്. പ്രപ്പോർഷനേറ്റ്ലി ബേസിസിൽ എന്ത് ഡിഡക്റ്റ് ചെയ്യാം? വേജ് ഡിഡക്റ്റ് ചെയ്യാം. നോ ഇഷ്യൂസ്. ദെൻ അടുത്ത പോയിന്റ്, ഡിഡക്ഷൻസ് ഫോർ ഡാമേജസ് ടു ഓർ ലോസ് ഓഫ് ഗുഡ്സ്.
അയാളുടെ നെഗ്ലിജൻസ് ഏത് കേസിലാണ് വരുന്നത്? എംപ്ലോയി നെഗ്ലക്റ്റ് ആണ്, അയാളുടെ നെഗ്ലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഡീഫോൾട്ട് കൊണ്ട് റബ്ബ് ചെയ്യണോ? ബാക്കി ഓൾറെഡി അവിടെ നോട്ട്സ് ചെയ്തെങ്കിൽ അത് റബ്ബ് ചെയ്തേക്കാം. Then damages of loss of goods. ഈ ഡാമേജസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഗുഡ്സ്, ഇതാ ഡാമേജസോ ലോസോ ഉണ്ടാവണം ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഗുഡ്സിന്. എന്തുകൊണ്ടുണ്ടാവണം? ബിക്കോസ് ഓഫ് വർക്കേഴ്സ് നെഗ്ലക്റ്റ്, അയാളുടെ നെഗ്ലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഡീഫോൾട്ട് കൊണ്ടാണ് അങ്ങനെ ഒരു ലോസ് അല്ലെങ്കിൽ ഡാമേജ് വരുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് സാലറി ഡിഡക്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് കൊടുക്കണം? ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണം, അയാൾക്ക് ന്യായീകരിക്കാൻ ഒരു അവസരം കൊടുക്കണം. ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് മസ്റ്റ് ബി പ്രൊവൈഡഡ്. ദെൻ ഇൻകം ടാക്സ് നോർമലി നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും സാലറി ഡിഡക്റ്റ് ചെയ്യുന്ന സാധനമാണ് TDS. അതിനാരുടെയും സ്പെഷ്യൽ പെർമിഷൻ്റെ ആവശ്യമില്ല. ദെൻ PF കോൺട്രിബ്യൂഷൻ ഡിപ്പോസിറ്റിംഗ്, ഇത് ആരുടെ കോൺട്രിബ്യൂഷൻ്റെ കാര്യമാണ് പറഞ്ഞത്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF, അത് ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കാം, അതിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ പെർമിഷൻ ഒന്നും വേണ്ട. ദെൻ ഹൗസിംഗ് ആൻഡ് അതർ അമ്യൂണിറ്റീസ്, ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഹൗസിംഗ് അമ്യൂണിറ്റി only if accept എന്താണ്? നമുക്ക് ഹൗസിംഗ് ഫെസിലിറ്റി ഓഫർ ചെയ്തു നമ്മൾ ചെയ്തപ്പം, പക്ഷേ ഹൗസ് വീട് നല്ലതല്ലാന്ന് തോന്നിയോണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല. എനിവേ അത് നിങ്ങൾക്കുള്ള കോസ്റ്റാണ്, നിങ്ങൾ എടുത്താലും ഇല്ലെങ്കിലും അതിൻ്റെ റെൻറ്റ് ഞാൻ ഡിഡക്റ്റ് ചെയ്യാം, അങ്ങനെയൊന്നും പറയാൻ പറ്റുമോ? ഇല്ല. ഓൺലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ദെൻ റിക്കവറി ഓഫ് അഡ്വാൻസസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ ഓവർ പേയ്മെൻറ്റ് ഓഫ് വേജസ്, അതിനകത്ത് ഒന്ന് വരും. ഒന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങി അതിനകത്ത് എംപ്ലോയ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് വേജിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ എംപ്ലോയ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങി ആൾ ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാണ് വാങ്ങിച്ചതെങ്കിൽ ആസ് പെർ ദി കമ്പനി റൂൾസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് എന്താണ് റൂൾസ് വേറെ വന്നിട്ടുണ്ടാവും, ആ റൂൾസ് അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ എംപ്ലോയ്മെൻറ്റ് തുടങ്ങി പക്ഷേ അഡ്വാൻസ് ഫോർ വേജസ് നോട്ട് ഏൺഡ്, ഇതാ ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് ഫോർ വേജസ് നോട്ട് ഏൺഡ്. അയാൾ ഒരു മാസത്തെ സാലറി വാങ്ങിച്ചു, രണ്ടാമത്തെ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ എന്ത് ചോദിച്ചു? സാലറി അഡ്വാൻസ് ചോദിച്ചു. അതായത് ഒരു 1-ാം തീയതി തുടങ്ങി 15-ാം തീയതി അയാൾ ഹാഫ് മന്തിൻ്റെ സാലറി ചോദിക്കുകയാണെങ്കിൽ അത് അഡ്വാൻസ് ആണ്, 50% സാലറി അവിടെ കിട്ടും. ഇത് അയാൾ ചെയ്ത വർക്കിനുള്ള അഡ്വാൻസ് ആണ്. പക്ഷേ അയാൾ 1-ാം തീയതി തന്നെ 50% ചോദിച്ചാൽ എന്താണ്? അയാൾ ചെയ്തിട്ടില്ല, ഈ മാസം വർക്ക് മൊത്തം ചെയ്യാൻ കിടക്കുകയാണ്, ഇതുവരെ ഏൺ ചെയ്യാത്ത സാലറിയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഏൺ ചെയ്യാത്ത സാലറി ആണെങ്കിൽ അതിൻ്റെ റിക്കവറി, അത് ഡിഡക്റ്റ് ചെയ്യാനുള്ള വേജസിൽ നിന്ന് അതിൻ്റെ റിക്കവറി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണമെങ്കിലും ഡിഡക്റ്റ് ചെയ്യാം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അഡ്വാൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓവർ പേയ്മെൻറ്റ് ഓഫ് വേജസ്, അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റിന് മുമ്പ് വാങ്ങിച്ചതാണെങ്കിൽ ഫസ്റ്റ് വേജിൽ തന്നെ ഡിഡക്റ്റ് ചെയ്യാം. ആഫ്റ്റർ എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ ആസ് പെർ റൂൾ ഡിഡക്റ്റ് ചെയ്യാം. ദെൻ അഡ്വാൻസ് ഫോർ നോട്ട് ഏൺഡ് സാലറിയുടെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ, മേ ബി, നിർബന്ധമൊന്നുമില്ല, ഈ കേസിലാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അലോ ചെയ്യുന്നത്, മേ ബി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണമെങ്കിലും ആ എമൗണ്ട് റിക്കവറി ചെയ്യാം. റിക്കവറി ഓഫ് അഡ്വാൻസസ് ഇതൊക്കെ രീതിയിലാവാം. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്രൂവ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഷുറൻസ് സ്കീം, പോസ്റ്റ് ഓഫീസ്, അങ്ങോട്ടാണെങ്കിൽ ആസ് പെർ റൂൾസ്, എന്താണ് റൂൾസിൽ പറയുന്നത് അതുപോലെ ഡിഡക്റ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഓൾറെഡി ഹൗസ് ബിൽഡിങ്ങിന് എന്തെങ്കിലും വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. ഇത് അത്ര വലിയ കാര്യമായിട്ട് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ സാലറി കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നോർമലി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത്?
എന്തെങ്കിലും അവിടെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട്, പിന്നെ ഫൈൻ വല്ലതും കൊടുക്കണമെങ്കിൽ അത്, പിന്നെ ആദ്യം ഓർക്കുന്നത് TDS, PF, ലോൺ അടയ്ക്കാനുള്ളതിൻ്റെ എമൗണ്ട്, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അത് കൂടാതെ ഈ പറയുന്ന കേസിൽ ഇൻഷുറൻസ് സ്കീം ഓഫ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺ ഓതൻറ്റിക്കേഷൻ ഇല്ല. റിട്ടേൺ ഓതൻറ്റിക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ടത് 2 ഡിഡക്ഷൻ. ഇതൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസിനും സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാനും വേണ്ടി. സോ ദിസ് ഇസ് വിത്ത് ഡിഡക്ഷൻസ് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ഡിഡക്ഷൻ ഒരു ഹെഡും കൂടെ ഉണ്ട്. എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഈ പറയുന്ന ഫുൾ ഡിഡക്ഷൻസ് എല്ലാം കൂടെ കൂട്ടിയാലും എത്ര വരെ മാക്സിമം ആകാവുള്ളൂ? 50% ഓഫ് ദി വേജസ് ആവാൻ പാടുള്ളൂ. ഈ പറയുന്ന ഡിഡക്ഷൻ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് എങ്കിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണെങ്കിൽ എത്ര വരെ ആകാം? 75% ഓഫ് സച്ച് വേജസ് വരെ ആകാം. ദാറ്റ് മീൻസ് ഒരാൾക്ക് 10,000 rupees ആണ് പേയ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മേളിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഫൈൻസ്, പെനാൽറ്റീസ്, PF, ESI, TDS എല്ലാം കൂടെ കൂട്ടി മാക്സിമം എത്ര രൂപ വരെ ഡിഡക്ഷൻ വരത്തുള്ളൂ? മാക്സിമം 5,000 ഡിഡക്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ അയാൾക്ക് ഡിഡക്ഷൻസ് വന്നേക്കുന്ന മൊത്തം കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള പേയ്മെൻറ്റിന് ഡിഡക്ഷൻ ആണെങ്കിൽ മാക്സിമം എത്ര വരെ ആകാം? 7,500 വരെ ഡിഡക്റ്റ് ചെയ്യാം. ബാലൻസ് എത്ര രൂപ പേ ചെയ്യണം അയാൾക്ക്? ഈ കേസിലാണെങ്കിൽ 5,000, ഈ കേസിലാണെങ്കിൽ 2,500 ഇത്രയെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കണം. ദെൻ if the total deductions exceeds 75%, 75% of the case may be of 50% of wages, excess may be recovered in such manner as may be പ്രിസ്ക്രൈബ്ഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്താൽ, ആസ്മേ പ്രിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് റൂൾ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ റൂൾ അനുസരിച്ച് വേണം എക്സസ് ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ. അതെങ്ങനെ റിക്കവർ ചെയ്യണമെന്ന് റൂളിലായിരിക്കും പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മൾ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു പോയി. ഫൈൻസും കൂടെ പറയാനുള്ളൂ. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം? ചിലതൊന്നും ഡിഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻ. ചിലത് ഡിഡക്ഷൻസ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ ലെറ്റർ ആണ്, വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ. ചിലത് വിത്ത് ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ മസ്റ്റ് ആണ്. ദെൻ ഡിഡക്ഷൻസിൻ്റെ ലിമിറ്റും 50%, കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണെങ്കിൽ 75%. നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേകിച്ച് ഓതറൈസേഷൻ ഒന്നും വേണ്ടാത്ത ഒരു ഡിഡക്ഷനാണ് ഫൈൻസിൻ്റെ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും ഫൈൻ എന്ന് പറയുന്നത്? ഫൈനിൻ്റെ കുറേ പ്രൊസീജിയേഴ്സാണ്. പ്രൊസീജിയർ ഫോർ ഇമ്പോസിഷൻ ഓഫ് ഫൈൻ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് വൺ, നോ ഫൈൻ ഷാൽ ബി ഇമ്പോസ്ഡ്. നോ ഫൈൻ, ആരുടെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങിക്കാനേ പറ്റത്തില്ല. ഒരു കണ്ടീഷനും ഇല്ല. 15 വയസ്സായിട്ടില്ല എങ്കിൽ 15 years, ലെസ് ദാൻ 15 years ആണെങ്കിൽ ആർക്കും അയാളുടെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങിക്കാൻ പറ്റത്തില്ല. ദെൻ ഫൈൻ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ഫൈൻ വാങ്ങിക്കണം, ഇന്ന കാര്യങ്ങൾക്ക് ഫൈൻ വാങ്ങിക്കാമെന്നൊരു പ്രയർ അപ്രൂവൽ, പ്രീവിയസ് അപ്രൂവൽ ആര് കൊടുക്കണം? അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, ആസ് ദ കേസ് മേ ബി. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഏതാണെന്ന് വെച്ചാൽ അവർ അതിനുള്ള പ്രയർ അപ്രൂവൽ വേണം. ദെൻ ഇന്ന കാര്യങ്ങൾക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യും എന്ന് പറഞ്ഞൊരു നോട്ടീസ് എവിടെ ഉണ്ടാവണം? പ്രെമൈസസിൽ തന്നെ കാണണം. ഇനി അങ്ങനെ ഒരാൾക്ക് ഫൈൻ അടച്ചാൽ ഷോ കോസ് നോട്ടീസ് എഗനിസ്റ്റ് ദി ഫൈൻ. ആ ഫൈൻ അടയ്ക്കുന്നതിന് മുമ്പ് അയാളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കണം? ഷോ കോസ് നോട്ടീസ് വാങ്ങിക്കണം. എത്ര രൂപ വരെ മാക്സിമം? നോട്ട് എക്സീഡ്സ്, എത്ര രൂപ വരെ മാക്സിമം വാങ്ങിക്കാം? 3% ഓഫ് ദി വേജസ്. ആ വേജ് പീരീഡിൽ 3 pages മേളിൽ ഫൈൻ വരാൻ പാടില്ല. ദെൻ ഫൈൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നേരത്തെ എന്തുകൊണ്ട് അത് എടുത്തു പറഞ്ഞത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഏതാ പറ്റുന്നത്? മേലത്തെ കേസിൽ പറഞ്ഞത് അഡ്വാൻസ്, അൺഏൺഡ് വേജസിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റിക്കവറി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പറ്റും. ഇതാണ് നോ ഇൻസ്റ്റാൾമെൻറ്റ്. ഏതിൻ്റെ കേസിലാണ്? ഫൈൻ ഒരിക്കലും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓൾസോ എക്സ്പയറി മോർ ദാൻ 90 days കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈൻസ് വാങ്ങിക്കാനും പറ്റത്തില്ല. വാങ്ങിക്കുവാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ വാങ്ങിക്കണം? 90 days. അപ്പോൾ എന്തെങ്കിലും ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക കൊടുക്കാതെ. 3 മാസം കഴിഞ്ഞ് ആസ് പെർ ദിസ് ആക്ട് പ്രകാരം ഫൈൻ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കില്ല? എംപ്ലോയർക്കില്ല. ദെൻ ഈ 90 days എന്ന് തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്? ഹാസ് ബീൻ ഇമ്പോസ്ഡ് ഓൺ ദ ഡേ ഓഫ് ആൻ ആക്ട്. എന്ത് പരിപാടി ഒപ്പിച്ചിട്ടാണോ ഫൈൻ അടയ്ക്കേണ്ടി വന്നത് അത് ഒക്കർ ചെയ്ത ഡേ തൊട്ടിട്ട്, ഡേ ഓഫ് ഒക്കറൻസ്, ആ ഡേ ഓഫ് ഒക്കറൻസ് തൊട്ടിട്ട് പ്ലസ് 90 days അതിനുള്ളിൽ കളക്ട് ചെയ്യുവാണെങ്കിൽ കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ കളക്ട് ചെയ്യണോ? വേണ്ട. കളക്ട് ചെയ്യണമെന്നല്ല, അടയ്ക്കേണ്ട ആവശ്യം നമുക്കുണ്ട്? ഇല്ല.
ദെൻ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഫൈന് ഇതെന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? ഇത് എംപ്ലോയർക്ക് വീട്ടിൽ കൊണ്ടുപോകാമോ ഈ ഫൈൻസ് എല്ലാം കൂടെ? അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും കൂടി വീതിച്ച് മുട്ടായി വാങ്ങിക്കാമോ? നോർമലി നമ്മൾ ചെയ്യാറുള്ളത് അതാണല്ലേ, എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തെടുത്തിട്ട് സ്കൂളിലൊക്കെ ഫൈൻ അടയ്ക്കുമ്പോൾ അങ്ങനല്ലേ, എന്നിട്ട് സ്കൂളിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ ഡേക്ക് വേണമെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ട്രീറ്റിന് വേണ്ടി എടുക്കും. സോ സെയിം ഹിയർ ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു സച്ച് പർപ്പസ് ദ ബെനിഫിറ്റ്സ് ടു ദ പേഴ്സണൽസ് എംപ്ലോയിഡ്. ആ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചാരിറ്റി ഫണ്ടിലേക്ക് വേണമെങ്കിൽ വിടാം. എനിവേ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ഫൈനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്തൊക്കെ പ്രൊവിഷൻസ് ഇവിടെ പഠിച്ചത്? ആദ്യം നമ്മൾ ഒരു ഏജ് വൈസ് പ്രൊവിഷൻ, ലെസ് ദാൻ 15 ആണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ആരുടെ അപ്രൂവൽ വേണം? അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ വേണം ഫൈൻ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി. ദെൻ പിന്നെ എന്തായിരുന്നു പഠിച്ചത്? ഫൈൻ ഇന്ന കാര്യങ്ങൾക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യുന്നൊരു നോട്ടീസ് വേണം. ആർക്കെങ്കിലും ഫൈൻ അടിച്ചാൽ അയാൾക്ക് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് അല്ലെങ്കിൽ ഒരു ഷോ കോസ് നോട്ടീസിനുള്ള സമയം കൊടുക്കണം. ദെൻ എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല? 3% മേലിൽ പോകാൻ പാടില്ല. ഇൻസ്റ്റാൾമെൻറ്റ് അടിച്ച് പറ്റുമോ പറ്റത്തില്ലയോ? നോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. നോ ഇൻസ്റ്റാൾമെൻറ്റ്. എത്ര ദിവസം വരെ ആ സമയമുണ്ട് കളക്ട് ചെയ്യാൻ? 90 ഡേയ്സിനുള്ളിൽ വേണമെങ്കിൽ കളക്ട് ചെയ്തോണം. എന്ന് തൊട്ടാണ് ഈ 90 ഡേയ്സ് കളക്ട് ചെയ്യുന്നത്? എന്നാണോ ആ ഇവൻറ്റ് ഒക്കർ ചെയ്തത് ആ ദിവസം തൊട്ടിട്ട് 90 ഡേയ്സ് ആണ് കളക്ട് ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ ഫുള്ള് കളക്ട് ചെയ്യുന്ന ഫൈൻ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? ഓൺലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ്. മൊത്തം എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് എംപ്ലോയീസിൻ്റെ തന്നെ ബെനിഫിറ്റ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. അതിന് മുമ്പ് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് പഠിച്ചത് എന്തായിരുന്നു? ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലേ? എന്താണ് പറഞ്ഞത്? പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ, ആക്ച്വൽ എമൗണ്ട്, അൺലോഫുൾ ആയിട്ടുള്ള റിഡക്ഷൻസ് ഇല്ലാത്ത ആക്ച്വൽ എമൗണ്ട് കൊടുക്കുന്നുണ്ടോ, കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നുണ്ടോ. ആരുടെ കാര്യമാണ് പറയുന്നത്? 18,000 ബിലോ കിട്ടുന്ന എംപ്ലോയീസ്. എവിടുത്തെ എംപ്ലോയീസ് ആണ്? ഫാക്ടറിയിലെയും റെയിൽവേയിലെയും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും എംപ്ലോയീസ്. എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്? എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ കവർ ആയിട്ടുള്ളത്? കണ്ണടച്ച് പറയാൻ ശ്രമിക്കുക. ട്രംവേ മോട്ടോർ ട്രാൻസ്പോർട്ട് ഏജൻസീസ്, റെയിൽ ട്രാൻസ്പോർട്ട് അതർ ദാൻ ദി ഡിഫൻസ്, പിന്നെ ഡോക്ക്, ഇൻലാൻഡ് വെസൽസ്, മൈൻസ്, പ്ലാന്റേഷൻസ്, വർക്ക്ഷോപ്സ്, കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. ഇത്രയൊക്കെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ കവർ ആയിട്ടുള്ളത്. ദെൻ എംപ്ലോയിഡ് പേഴ്സൺ എന്താണെന്നറിയാം, എംപ്ലോയർ എന്താണെന്നറിയാം. ദെൻ വേജസ് എന്ന് പഠിക്കുമ്പോൾ വേജസിൻ്റെ ഇൻക്ലൂഷൻസും നോട്ട് ഇൻക്ലൂഷൻസും പഠിക്കണം. സോ ഓൾ എമൗണ്ട് ഇൻക്ലൂഡിങ് അലവൻസസ് പ്ലസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ബോണസ്, ടെർമിനേഷൻ, ഓവർ ടൈം, കോർട്ട് സെറ്റിൽമെൻറ്റ്. ഇതെല്ലാം എന്താണ്? വേജ് തന്നെയാണ്. പക്ഷേ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? ബോണസ് നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് റെമ്യൂണറേഷൻ ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഗ്രാറ്റുവിറ്റി ഓൺ ടെർമിനേഷൻ പേ ചെയ്യുന്നതാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഹൗസ് അക്കോമഡേഷൻ, മെഡിക്കൽ അലവൻസ്, ട്രാവൽ അലവൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു PF ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതാണ് വേജസ്. ദെൻ റെസ്പോൺസിബിലിറ്റി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ്. ആരാണ് കൊടുക്കേണ്ടത്? എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയർ ഡെലിഗേറ്റ് ചെയ്തയാൾ. എല്ലാ കേസിലും ഡെലിഗേറ്റ് ചെയ്ത ആളെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഡെസിഗ്നേറ്റഡ് ബൈ ദി കോൺട്രാക്ടർ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ബൈ ദി എംപ്ലോയർ. ദെൻ ഒരു സ്പെസിഫിക് ആയിട്ട് പേര് പറയുന്ന ഏതൊക്കെ കേസിലാണ്? ഫാക്ടറി ആണെങ്കിൽ മാനേജർ, ഇൻഡസ്ട്രി ആണെങ്കിൽ സൂപ്പർവൈസർ, റെയിൽവേ ആണെങ്കിൽ റെയിൽവേ നോമിനേറ്റ് ചെയ്യുന്ന ആൾ. ദെൻ ഫിക്സേഷൻ ഓഫ് വേജ് പീരീഡ്. 1 മന്തിന് താഴെയുള്ള ഏത് പീരീഡും എന്താകാം? വേജ് പീരീഡ് ആകാം. അങ്ങനെ വേജ് പീരീഡ് ആണെങ്കിൽ വേജ് പീരീഡിൽ നിന്ന് എത്ര നാളിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കണം? ലെസ് ദാൻ 1000 എംപ്ലോയീസ് ആണെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ, മോർ ദാൻ 1000 എംപ്ലോയീസ് ആണെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ. ദെൻ ഞാൻ ഈ പറയുന്നതിന് സ്പീഡ് കൂടുതലാണെങ്കിൽ പോസ് ചെയ്ത് സ്വയം ആൻസർ പറയാൻ ശ്രമിക്കുക. എന്നിട്ട് വേണം ബാക്കി പ്ലേ ചെയ്ത് പോകാൻ. ദെൻ ഡോക്ക് ആണെങ്കിൽ ഡോക്കോ ജെട്ടി അങ്ങനെ വല്ലതും ആണെങ്കിൽ 7 ഡേയ്ക്കുള്ളിൽ. പിന്നെ ഏതെങ്കിലും കാരണവശാൽ എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്തതാണെങ്കിലും ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പൂട്ടിപ്പോയതാണെങ്കിലും വിത്തിൻ 2 ഡേയ്സ് പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് ഹോളിഡേയിൽ പറ്റുമോ? ഇല്ല. എന്ത് തന്നെ കൊടുക്കണം? വർക്കിംഗ് ഡേയിൽ തന്നെ കൊടുക്കണം. ദെൻ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ചില കണ്ടീഷൻസിനോ അല്ലെങ്കിൽ ചില എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? PWDയിലെ ഡെയിലി റേറ്റഡ് വർക്കേഴ്സിന് മാത്രം. PWDയിലെ ഡെയിലി റേറ്റഡ് വർക്കേഴ്സിനും റെയിൽവേയിലെ എംപ്ലോയീസിനും അങ്ങനെ ചില എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. ഇനി എന്ന് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ കൊടുക്കണം? മോഡ് ഓഫ് പേയ്മെൻറ്റ് കറൻസി കോയിൻസ് ആവാം, കറൻസി നോട്ട്സ് ആവാം, ചെക്ക് ആവാം, ക്രെഡിറ്റ് ടു ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് ആൻ എംപ്ലോയി. ചില കേസിൽ ചെക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. അത് നോട്ടിഫിക്കേഷനിൽ ഗവൺമെൻറ് പറയും. ഇനി കൊടുക്കുന്ന വേജസിൻ്റെ കാര്യമെല്ലാം ഓക്കെ ആയി. ഇനി ഇതിനകത്തുനിന്ന് ചില ഡിഡക്ഷൻസ് അലൗഡ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു ചിലതൊന്നും ഡിഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ചില ഡിഡക്ഷൻസിന് റിട്ടൺ ഓതറൈസേഷൻ വേണം. ചില ഡിഡക്ഷൻസിന് ഓതറൈസേഷൻ ഇല്ല. ഫ്ലാറ്റായിട്ട് നമുക്കങ്ങ് റെഡ്യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് ഡിഡക്ഷനായിട്ടേ കൺസിഡർ ചെയ്യത്തില്ലാത്തത്?
ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ വിത്ത്ഹോൾഡ് ചെയ്താൽ, സസ്പെൻഷൻ ലോവർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ടൈം സ്കെയിലിൽ ലോവർ സ്റ്റേജിലേക്ക് പോസ്റ്റ് ചെയ്താൽ ഇവിടെല്ലാം സാലറി റെഡ്യൂസ് ചെയ്യും. പക്ഷേ അത് ഡിഡക്ഷൻ ആണോ? അല്ല. ദെൻ ചില ഡിഡക്ഷൻസിന് റിട്ടൺ ഓതറൈസേഷൻ വേണം. എന്തിനൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് ഡിഡക്ട് ചെയ്യാനും സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാനും റിട്ടൺ ഓതറൈസേഷൻ വേണം. ചിലതിന് റിട്ടൺ ഓതറൈസേഷൻ വേണ്ട. മെയിനായിട്ട് എന്താ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത്? ഫൈൻ ആണെങ്കിൽ റിട്ടൺ ഓതറൈസേഷൻ വേണ്ട. ഡ്യൂട്ടിയിൽ ആബ്സെൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ പ്രപ്പോർഷനേറ്റ് ഡിഡക്ട് ചെയ്യാം, റിട്ടൺ ഓതറൈസേഷൻ വേണ്ട. ലോസ് ഓർ ഗുഡ് ഹേർഡ് ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്, അത് വർക്കറിൻ്റെ ഡീഫോൾട്ട് കൊണ്ടാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുത്തിട്ട് ആ എമൗണ്ട് ഡിഡക്ട് ചെയ്യാം. ദെൻ TDS ഡിഡക്ട് ചെയ്യാം. എംപ്ലോയിയുടെ PF കോൺട്രിബ്യൂഷൻ ഡിഡക്ട് ചെയ്യാം. ദെൻ ഹൗസിംഗ് എന്തെങ്കിലും അമ്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാം. ഏത് കേസിലാണ്? അത് ഹൗസിംഗ് ഫെസിലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, എംപ്ലോയി അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഡിഡക്ട് ചെയ്യാവുള്ളൂ. ദെൻ റിക്കവറി ഓഫ് അഡ്വാൻസസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഓവർ പേയ്മെൻറ്റ് ഓഫ് വേജസ്. ഇനി അഡ്വാൻസ് ആയിട്ട് മിക്കവാറും വേജസ് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിക്കവറി അത് ഏതൊക്കെ രീതിയിലാണെന്ന് ഞാൻ അന്നേരം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഏൺ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അത് ഫസ്റ്റ് വേജസിൽ നിന്ന് തന്നെ എംപ്ലോയർക്ക് റിക്കവർ ചെയ്യാം. ഇനി കയറി കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് റൂൾ, ആ റൂൾ അനുസരിച്ച് ആ എമൗണ്ട് റിക്കവർ ചെയ്യാം. ഇനി അൺഏൺഡ് വേജസ് എന്നൊരു ടേം നമ്മൾ പഠിച്ചു. എന്താണ്? ചെയ്യാത്ത വർക്കിന് വേണ്ടി, ഇതുവരെ 15 ദിവസം പോലും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല, ചെയ്യാത്ത വർക്കിന് വേണ്ടി നമ്മൾ വാങ്ങിച്ച സാലറി ആണെങ്കിൽ അഡ്വാൻസ് ആണ് എങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണമെങ്കിലും, മാൻഡേറ്ററി ഒന്നുമല്ല, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്കത് റിക്കവർ ചെയ്യാം. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും പോസ്റ്റ് ഓഫീസിലെ ഇൻഷുറൻസ് സ്കീമിനും പേ ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ അതിനും റിട്ടൺ ഓതറൈസേഷൻ്റെ ആവശ്യമില്ല. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ലോൺസ് ആണെങ്കിൽ ലോൺസിൻ്റെ റിക്കവറിക്കും റിട്ടൺ ഓതറൈസേഷൻ വേണ്ട, നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഫൈനിൻ്റെ പ്രൊവിഷൻസ് ഇൻ ഡീറ്റെയിൽ പഠിച്ചല്ലേ? ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഡിഡക്ഷൻ പഠിച്ചു. എത്രയാണ് നോർമൽ ലിമിറ്റ്? 50% കൂടുതൽ ആ വേജ് പീരീഡിൽ നിന്ന് ഡിഡക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആണെങ്കിൽ അത് എവിടം വരെ പോകാം? 75% വരെ ഡിഡക്ഷൻസ് അലൗഡ് ആണ്. ഇനി അതിൻ്റെ മേളിലുമുണ്ട് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ റിക്കവറി ഉണ്ട് എങ്കിൽ ആസ് പെർ റൂൾ നമുക്ക് എന്താണ് റൂളിൽ പറയുന്നത്, അതായത് റൂൾസ് വന്നിട്ടുണ്ടാകും, അതിൽ പറയുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് റിക്കവർ ചെയ്യാം. പിന്നെ ഇൻ ഡീറ്റെയിൽ നമ്മൾ ഫൈൻ പഠിച്ചു. ഫൈനകത്ത് ഫസ്റ്റ് വൺ എന്താണ്? ഏജിൻ്റെ ലിമിറ്റ്. 15 വയസ്സിന് താഴെ ആണെങ്കിൽ ഫൈൻ ഇല്ല. അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് വേണം ഫൈൻ ഇമ്പോസ് ചെയ്യാൻ. നോട്ടീസ് കൊടുക്കണം പ്രിമൈസസിൽ. ഫൈൻ ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം, ഷോക്കോസ് കാണിക്കാനുള്ള അവസരം കൊടുക്കണം. ദെൻ 3% കൂടുതൽ ഫൈൻ കൂടാൻ പാടില്ല. പിന്നെ ഫൈൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ല. എത്ര ദിവസത്തിനുള്ളിൽ ഫൈൻ കളക്ട് ചെയ്യണം? 90 ഡേയ്സിനുള്ളിൽ. എന്ന് തൊട്ടാണ് 90 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്നാണോ ആ ഫൈനിൻ്റെ കാരണമായിട്ടുള്ള ഒരു ഡീഫോൾട്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നത്, ആ മൊമെൻറ്റ് തൊട്ടിട്ടായിരിക്കും 90 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇത് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? മുട്ടായി വാങ്ങിക്കാൻ. അപ്ലൈഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് ഓൺലി. ദെൻ നെക്സ്റ്റ് ഹെഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റർ ആൻഡ് റെക്കോർഡ്സ് എന്തൊക്കെ കാര്യങ്ങൾക്ക് എംപ്ലോയി രജിസ്റ്റർ കീപ്പ് ചെയ്യണം? നമുക്കറിയാം, നമ്മൾ പേറോൾ അല്ലെ, എംപ്ലോയിയുടെ പേര്, പേയ്മെൻറ്റ്, വേജസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ രജിസ്റ്റർ കീപ്പ് ചെയ്യും. അതുപോലെ ഈ ആക്ടിൽ പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, സെക്ഷൻ 13A പറയുന്ന രജിസ്റ്ററാണ്. ആ രജിസ്റ്റർ അത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് പർട്ടിക്കുലേഴ്സ് ഓഫ് പേഴ്സൺ ആരൊക്കെയാണ്, അവർ എന്ത് വർക്കാണ് പെർഫോം ചെയ്യുന്നത്, എത്ര വേജ് കൊടുക്കുന്നുണ്ട്, ആ വേജിൽ നിന്ന് എത്ര എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്, അത് അവർ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഒരു റെസിപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്ന് നോക്കാതെ പറഞ്ഞു നോക്കാം. എംപ്ലോയിയുടെ പർട്ടിക്കുലേഴ്സ്, അയാൾ പെർഫോം ചെയ്യുന്ന വർക്ക്, അയാൾക്ക് കൊടുക്കുന്ന വേജസ്, അതിൽ നിന്നുള്ള ഡിഡക്ഷൻസ്, റെസിപ്റ്റ്. ഇനി ഇങ്ങനെ ഈ രജിസ്റ്റർ എത്ര നാൾ കീപ്പ് ചെയ്യണം? 3 years after the date of last entry made therein. ഒരു ഇയറിൻ്റെ അവസാനം തൊട്ടെന്നല്ല പറയുന്നത്, എന്നാണോ അവസാനത്തെ എൻട്രി. അതായത് ഇപ്പോൾ ഞാൻ 31/3/2020 വരെയുള്ള റെക്കോർഡ്സ് ആണെങ്കിൽ ഞാനിത് എന്ന് വരെ കീപ്പ് ചെയ്യണം? 3 years, 31/3/2023 വരെ ഞാനിത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻസ്പെക്ടർ. ഇത് ഓൾറെഡി ഫാക്ടറീസ് ആക്ടിനകത്ത് വെൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോയതാണ്. സെയിം ആണ് ഇവിടെ പറയുന്നത്. റെയിൽവേയുടെ കാര്യം അല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും ഇൻസ്പെക്ടർ ആരാണ്?
ഫാക്ടറീസ് ആക്ടിൽ പറയുന്ന ഇൻസ്പെക്ടറാണ്. ഫാക്ടറീസ് ആക്ടിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇൻസ്പെക്ടർ. ഓൾറെഡി അപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ റാങ്കിലുള്ള ആളായിരിക്കും ഇൻസ്പെക്ടറായിട്ട് വരിക. അയാൾക്ക് കുറേ പവേഴ്സ് ഉണ്ട്. ഈ ആക്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് ഇൻസ്പെക്ടർ. സോ എല്ലാ കേസിലും ഫാക്ടറീസ് ആക്ടിൽ പറയുന്ന ആൾ തന്നെയാണ് ഈ ആക്ട് പ്രകാരവും ഇൻസ്പെക്ടർ. പക്ഷേ ഫാക്ടറീസ് ആക്ട് റെയിൽവേക്ക് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് റെയിൽവേയിലെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് എനി ഇൻസ്പെക്ടർ ഇൻ റെസ്പെക്ട് ഓഫ് പീപ്പിൾ എംപ്ലോയിഡ് അപ്പോൾ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. എന്താ പറയുന്നത്? ഫാക്ടറീസ് ആക്ടിൽ ഇൻസ്പെക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു അല്ലേ? സോ റെയിൽവേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടല്ലാണോ? അല്ല. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഏതായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണ് ഇൻസ്പെക്ടർ. ദെൻ ഇൻസ്പെക്ടറിൻ്റെ പവർ, ഇതും നമ്മൾ ഫാക്ടറീസ് ആക്ടിൽ ഓൾറെഡി പഠിച്ചല്ലേ. ഫാക്ടറീസ് ആക്ടിൽ പറഞ്ഞാൽ ഇൻസ്പെക്ടറിൻ്റെ പവർ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കിയേ. എന്തൊക്കെയായിരുന്നു? ഏത് പ്രിമൈസസിൽ വേണമെങ്കിലും എൻട്രി ചെയ്യാം. ഫാക്ടറീസ് ആക്ടിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഏത് പ്രിമൈസസിൽ വേണമെങ്കിലും എൻ്റർ ചെയ്യാം, ഏത് ബുക്ക് വേണമെങ്കിലും ചോദിക്കാം, എന്തെങ്കിലും ഡേഞ്ചറസ് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാം, ഏത് മിഷനറി വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാം, ബുക്സിൻ്റെ കോപ്പി എടുക്കാം, ഡീറ്റെയിൻ ചെയ്യാം അല്ലേ. സെയിം ആണ് പവർ ഓഫ് ഇൻസ്പെക്ടർ. പക്ഷേ ഫാക്ടറി അല്ല. ഇവിടെ എല്ലാം കവർ ആവുന്നത് കൊണ്ടും പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ആയതുകൊണ്ടും ഈ 2 പോയിന്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ്? സൂപ്പർവൈസ് ദ പേയ്മെൻറ്റ് ഓഫ് വേജസ്. പേയ്മെൻറ്റ് ഓഫ് വേജസ് സൂപ്പർവൈസ് ചെയ്യണം. ദെൻ സെർച്ച് ഇനി മറ്റേ മിഷനറി ആണെങ്കിൽ ഇവിടെ ഇൻസ്പെക്ട് സെർച്ച് എനി പ്രിമൈസസ്. റെയിൽവേയുടെയോ ഫാക്ടറിയുടെയോ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയോ പ്രിമൈസസിൽ സെർച്ച് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഇൻസ്പെക്ടർക്കുണ്ട്. സോ ടോട്ടൽ എല്ലാം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഇൻസ്പെക്ടറിൻ്റെ പവർ എന്തൊക്കെയാണ്? എക്സാമിനേഷൻ ആൻഡ് ഇൻക്വയറി, ദെൻ സെർച്ച് പവറുണ്ട്, പേയ്മെൻറ്റ് ഓഫ് വേജസ് സൂപ്പർവൈസ് ചെയ്യാനുള്ള പവറുണ്ട്, ദെൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റർ, നമ്മൾ എബോവ് പറഞ്ഞ രജിസ്റ്റർ ഇല്ലേ, അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിൻ്റെ കോപ്പീസ് എടുക്കാം, ഡീറ്റെയിൻ ചെയ്യാം. ബാക്കി സച്ച് അതർ പവർ ആസ്മി. ഇതെല്ലാം ആരുടെ പവറാണ്? ഇൻസ്പെക്ടറിൻ്റെ പവറാണ്. ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നിങ്ങളൊരു ഇൻസ്പെക്ടറാണ്, നിങ്ങളൊരു ഫാക്ടറിയിലോ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലോ കയറി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്? എക്സാമിനേഷൻ നടത്താം, എൻക്വയറി നടത്താം, സെർച്ച് നടത്താം, ബുക്സ് സീസ് ചെയ്യാം, കോപ്പി എടുക്കാം, പേയ്മെൻറ്റ് വേജസ് ചെക്ക് ചെയ്യാം, രജിസ്റ്റർ ഉണ്ടോ എന്ന് നോക്കാം. എന്തൊക്കെ ഇതിനെല്ലാമുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? ഇൻസ്പെക്ടർക്കുണ്ട്. ദെൻ അടുത്തത് ലാസ്റ്റ് പോയിൻ്റ് ആണ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. പേയ്മെൻറ്റ് ഓഫ് ഡിസ്ബേഴ്സ്ഡ് വേജസ് ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺ. എംപ്ലോയിഡ് പേഴ്സൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഡെഡായി, അങ്ങനെയാണെങ്കിൽ അയാളുടെ വേജസ് ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഒന്ന്, അയാൾ ഏതെങ്കിലും നോമിനീനെ വെച്ചിട്ടുണ്ടോ? എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് നോമിനി ചോദിക്കുന്നുണ്ടെങ്കിൽ സണ്ണിനെ വല്ല നോമിനിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനിക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. എവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം? ഡിപ്പോസിറ്റ് വിത്ത് ദി പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അത് ഏത് അതോറിറ്റി ആണെന്ന് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഏത് അതോറിറ്റിയാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അവർ പറയുന്ന പോലത്തെ അതാത് അക്കൗണ്ടിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം, അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയർക്ക് വല്ല ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. ആ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയർ ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ഹിസ് ലയബിലിറ്റി. അല്ലെങ്കിൽ ഈ നോമിനി എന്ന് പറയുന്ന ഒരാൾ എംപ്ലോയർ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നോമിനിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ എത്ര നാൾ ഈ എംപ്ലോയർ ലയബിൾ ടു പേ ആയിട്ടിരിക്കും? അങ്ങനെ എംപ്ലോയർ കണ്ടിന്യൂ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയർക്ക് ലയബിലിറ്റി ഇല്ല. ഹി ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ഹിസ് ലയബിലിറ്റി. ചാപ്റ്റർ തീർന്നു. ഇനി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു പേജ് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ സമ്മറി. ഈ പേജ് ഒന്നെങ്കിൽ റീറൈറ്റ് ചെയ്തെടുക്കുക. ടെസ്റ്റ് യുവർ നോളജ്. യെസ്, ഈ പേജ് ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ റീറൈറ്റ് ചെയ്തെടുക്കുക. ഒബ്ജക്റ്റീവ്സ് എന്നൊരു മെയിലുണ്ട്, അല്ലെങ്കിൽ ഈ പോയിന്റ് ഇവിടെ കൊണ്ട് പോസ് ചെയ്യാം. ഇനിയുണ്ടോ താഴോട്ട്? ചെക്ക്. ഇല്ല, ഒബ്ജക്റ്റീവ്സ് ആപ്ലിക്കബിലിറ്റി ഇത്രേ ഉള്ളൂ. എൻ്റെ മെയിലിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഒന്ന് സൂം കുറച്ചാൽ മതിയായിരിക്കും, നോക്കട്ടെ. ഓക്കെ, ഈ പേജ് വെച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? പേയ്മെൻറ്റ് കറക്റ്റ് ഉണ്ടോ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ടോ, ടൈമിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ, ദെൻ ആപ്ലിക്കബിലിറ്റി, ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ? മറ്റേത് ഫാക്ടറിക്ക് മാത്രമാണെങ്കിൽ ഇത് ഫാക്ടറിക്ക് ആപ്ലിക്കബിൾ ആണ്. ദെൻ റെയിൽവേക്ക് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഏതായിരുന്നു? ഫാക്ടറി, റെയിൽവേ,
അതർ ഇൻഡസ്ട്രിയൽ ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനും ആപ്ലിക്കബിൾ ആണ്. പിന്നെ കുറച്ച് ഡെഫിനിഷൻസ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനകത്ത് എന്തൊക്കെ കവേർഡ് ആണെന്നുള്ളത് ലിസ്റ്റ് ഡൗൺ ചെയ്ത് നോക്കുക. എംപ്ലോയിഡ് പേഴ്സൺ, ഡിസീസ്ഡ്, എംപ്ലോയർ പേഴ്സൺ അതിലും ഡിസീസ്ഡ് ഇൻക്ലൂഡ് ആണ്. വേജസിനകത്ത് ഇൻക്ലൂഷൻസ് എന്തൊക്കെയാണ്, നോട്ട് ഇൻക്ലൂഡഡ് എന്തൊക്കെയാണ്, പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്ത് സ്വയം പറയാൻ പറ്റുമോ എന്ന് നോക്കുക. ദെൻ റെസ്പോൺസിബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആരാണ്? നമ്മൾ പറഞ്ഞു ഫാക്ടറി ആണെങ്കിൽ മാനേജർ, റെയിൽവേ ആണെങ്കിൽ റെയിൽവേ നോമിനേറ്റ് ചെയ്യുന്ന ആൾ, ദെൻ സൂപ്പർവൈസർ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആർക്കാണോ അയാൾക്ക്. ദെൻ വേജ് പീരീഡ് ഏതൊക്കെ ആവാം, 1 ഡെയിലി ആവാം, വീക്ക്ലി ആവാം, 2 വീക്ക്ലി ആവാം, മാക്സിമം എത്ര വരെ പോകാൻ പറ്റും, 1 മന്ത് വരെ പോകാൻ പറ്റും. ദെൻ ടൈം ഓഫ് വേജ്, അങ്ങനെയാണെങ്കിൽ വേജ് പീരീഡ് എത്ര ദിവസത്തിനുള്ളിൽ, ചില കേസിൽ 7 days, ചില കേസിൽ 10, ചില കേസിൽ 2, അതൊക്കെ ഏതൊക്കെയാണെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ നോക്കുക. ദെൻ മോഡ്സ് ഓഫ് പേയ്മെൻറ്റ്, ഏതൊക്കെ രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കാം, കോയിൻസ്, കറൻസി കോയിൻസ്, കറൻസി നോട്ട്സ്, ചെക്ക്, ചില കേസിൽ ചെക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ ഡിഡക്ഷൻസ് ഫ്രം വേജസ്, ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഹെഡ് ഓർക്കണമെന്ന് പറഞ്ഞു, റിട്ടേൺ, ചിലത് നോട്ട് ഡീംഡ് ആസ്, ആ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യണം. നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻസ്, ഏതൊക്കെയാണ് നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻസ്? ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ മൊമെൻറ്റിൽ പോസ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ആൻസർ പറഞ്ഞു നോക്കുക, എന്നിട്ട് ഇനി പ്ലേ ചെയ്യുക. അപ്പം ഞാൻ ആൻസർ പറയുന്നത് കേൾക്കാം, അപ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ട് ക്രോസ് വെരിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്? ഒന്ന്, സസ്പെൻഷൻ്റെ സമയത്ത് സാലറി കുറയും, അത് നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻ ആണ്. ദെൻ വിത്ത്ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ ഓർ ഇൻക്രിമെൻറ്റ്, അത് നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻ ആണ്. പിന്നെ ഏതായിരുന്നു, ലോവർ പോസ്റ്റിലേക്കുള്ള പോസ്റ്റിംഗ്, അതും ഡിഡക്ഷനാണ്, പക്ഷേ നോട്ട് ഡീംഡ് ആസ് ഡിഡക്ഷൻ. ദെൻ ഒൺലി വിത്ത് റിട്ടൺ അതോറിറ്റി, റിട്ടൺ ഓതറൈസേഷൻ വേണ്ടത് ഏതൊക്കെ കേസിലായിരുന്നു? മാറിപ്പോയത്. റിട്ടൺ ഓതറൈസേഷൻ വേണം, എന്തിനാണ്? ലൈഫ് ഇൻഷുറൻസിനും പിന്നെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും. ദെൻ റിട്ടൺ ഓതറൈസേഷൻ ആവശ്യമില്ലാത്ത കേസ് ഏതൊക്കെയായിരുന്നു? ഫൈന്, ലോണിൻ്റെ ഡിഡക്ഷൻസ്, അഡ്വാൻസിൻ്റെ ഡിഡക്ഷൻസ്, അതിന് ഓരോന്നിനും സ്പെഷ്യൽ പോയിൻറ്റ്സ് പറഞ്ഞു, അത് മൊത്തം പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ട് എഴുതി നോക്കുക. ദെൻ ഫൈൻ നമ്മൾ ഇൻ ഡീറ്റെയിൽ പറഞ്ഞു, അല്ലെ ഫൈനിൻ്റെ പ്രൊവിഷൻ ആർക്കാണ്? <15 ഉള്ള ആൾക്ക് ഫൈൻ റെഡ്യൂസ് ചെയ്യാൻ ഫൈൻ കളക്ട് ചെയ്യാൻ പാടില്ല. ദെൻ നോട്ടീസ് ഫൈന് കൊടുക്കണം, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് അല്ലെങ്കിൽ ഷോ കോസ് നോട്ടീസിനുള്ള അവസരം കൊടുക്കണം. ദെൻ ഫൈൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, മാക്സിമം എത്ര പെർസെൻറ്റേജേ പറ്റത്തുള്ളൂ? 3% വരെ ഫൈൻ ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ദോസ് പ്രൊവിഷൻസ്, എല്ലാ പ്രൊവിഷൻസും ഒരു പേപ്പറിൽ എഴുതി നോക്കുക, അല്ലെങ്കിൽ പറഞ്ഞു നോക്കുക. ദെൻ രജിസ്റ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സ്, എന്തൊക്കെ കാര്യങ്ങൾ രജിസ്റ്ററി വേണമെന്ന് പറഞ്ഞത്? എംപ്ലോയിയുടെ ഡീറ്റെയിൽ വേണം, എംപ്ലോയിക്ക് എത്ര വേജ് കൊടുക്കുന്നുണ്ടെന്ന് വേണം, എംപ്ലോയിയുടെ ഡിഡക്ഷൻസ് എത്രയാണെന്ന് വേണം, ദെൻ അതിനകത്ത് വേണ്ട റെസിപ്റ്റ് വേണം. ഇതാർക്ക് ഇൻസ്പെക്ട് ചെയ്യാം? ഇൻസ്പെക്ടർക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ടർ ആരാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ പവർ ഓഫ് ഇൻസ്പെക്ടറിനകത്ത് എന്തൊക്കെ പഠിച്ചു? എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, സെർച്ച് നടത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. ദെൻ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി എടുക്കാം, ഡീറ്റെയിൻ ചെയ്യാം. പിന്നെ എന്തായിരുന്നു സ്പെഷ്യലായിട്ട് നമ്മൾ ഫാക്ടറീസ് ആക്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇൻസ്പെക്ടർ കൊണ്ടെന്ന് പറഞ്ഞ് പഠിച്ചത്? ഞാൻ മറന്നുപോയി, നോക്കിയേക്കാം. പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, ഫൈൻസ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ പവറിൽ വന്നിരിക്കുന്നത് സൂപ്പർവൈസിങ് ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ഓഫ് വേജസ് സൂപ്പർവൈസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചു അൺഡിസ്പേഴ്സ്ഡ് വേജസ് ഉണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? ഒന്നെങ്കിൽ നോമിനി കൊടുക്കണം, നോമിനി ഇല്ല, നോമിനി ട്രേസബിൾ അല്ല, അങ്ങനെയൊക്കെയുള്ള കേസിലാണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ അക്കൗണ്ട്സിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയറുടെ ലയബിലിറ്റി സ്റ്റോപ്സ്. സിമ്പിൾ അല്ലേ? ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ, ഈ ഒരു പേജിൽ തീരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഈ ചാപ്റ്റർ ഇപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഫിനിഷ് ദിസ് ചാപ്റ്റർ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വർക്ക് ബുക്ക് നിങ്ങളുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വർക്ക് ബുക്ക് നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. വിസിബിൾ ആണോ? സൂം ചെയ്യാൻ വെച്ചുകൂടെ? ഓക്കെ, വർക്ക് ബുക്ക് വെച്ചിട്ട് നമ്മൾ 2-3 റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിപ്പോകാം. നിങ്ങൾ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫുള്ള് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് പോസ് ചെയ്ത് ചെയ്ത് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നോ ഫൈൻ ഷാൽ ബി ഇമ്പോസ്ഡ് ഇൻ എനി പേഴ്സൺ ഹു ഈസ് അണ്ടർ ദി ഏജ് ഓഫ്, ഏതാണ്? 15 താഴെയാണെങ്കിൽ ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വൺ നോക്കാം.
An appeal against order dismissing either all or part of an application made by an employee for the contravention of the provisions of an act may be filed to the district court within 45 days. അപ്പീലിൻ്റെ സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നിയതുകൊണ്ടാണ്. എനിവേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ള സെക്ഷൻ വന്നതുകൊണ്ട് അത് അപ്പീലിൻ്റെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പീൽ മേ ബി ഫയൽഡ് വിത്തിൻ 30 days. നിങ്ങളുടെ ടെക്സ്റ്റിൽ അപ്പീലിൻ്റെ പ്രൊവിഷൻസ് കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനകത്തൊന്നുമില്ല, അതുകൊണ്ടാണ് അത് പിന്നെ എടുക്കാതിരുന്നത്. ക്ലാസ് മാത്രമായിട്ട് നിർത്തരുത്, നിങ്ങളുടെ ടെക്സ്റ്റ് ഫുള്ളൊന്ന് റീഡ് ചെയ്ത് പോകണം. ദെൻ വേജസ് പീരീഡ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്. വേജ് പീരീഡ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഷാൽ നോട്ട് എക്സീഡ് 1 month. 1 monthന് മേളിൽ പോകരുത്, അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ദെൻ വേറെ ക്വസ്റ്റ്യൻസ് നോക്കണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ അതും കൂടെ നോക്കിയേക്കാം. മാച്ച് ദ പോയിന്റ്, ഇയർ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ ആക്ടിൻ്റെയും ഇയർ ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം. അതിന് മുമ്പുള്ള പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് വേജസ് ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് പേഴ്സൺ അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്. നമ്മൾ പറഞ്ഞു തന്നെയാണ് ആർക്ക് കൊടുക്കണം, ഒന്നെങ്കിൽ നോമിനിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഡിപ്പോസിറ്റഡ് വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നോമിനേറ്റഡ് ബൈ ദ എംപ്ലോയർ ഷാൽ ബി ഡിസ്ചാർജ്ഡ് ഓഫ് ഹിസ് ലയബിലിറ്റി ടു പേ സച്ച് വേജസ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പീലിൻ്റെ കാര്യമാണ് നമ്മൾ മിസ്സായിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് ബുക്ക് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. So with this we finish this chapter. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൂം മീറ്റിൻ്റെ സമയത്ത് വല്ലതും you can ask me. Okay, thank you.